ശബരിമലയിലെ ആ മുഹൂർത്തം ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന ആ മുഹൂർത്തം ശബരിമലയിൽ പൊന്നമ്പല മേട്ടിൽ മകരവിളക്ക് തെളിച്ചു. ഭക്തലക്ഷങ്ങൾ അത് തൊഴുത് നിർവൃതി അടയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മകരവിളക്കിനായുള്ള ആകാശച്ചെരുവിലേക്കുള്ള നോട്ടമാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാ നോക്കുക, ആകാശച്ചെരുവിൽ ഏത് നിമിഷവും ഉദിച്ച് ഒരു നിമിഷം മിന്നായം പോലും ഒരുപക്ഷെ പോയേക്കാം. പക്ഷേ ആ കാഴ്ചയൊന്ന് കാണുക തന്നെ വേണം. അടുത്ത ഒരു വർഷത്തെ ഊർജമാണ്, അടുത്ത ഒരു വർഷത്തെ പ്രകാശമാണ്, അടുത്ത ഒരു വർഷത്തെ സൂര്യ തേജസ്സാണത്. ദാ അങ്ങനെ ആകാശച്ചെരുവിലേക്ക് എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു നിമിഷമാണ്. ഏത് നിമിഷവും മകരജ്യോതി ഉദിച്ചുണർന്ന് ആകാശച്ചെരുവിൽ ഇതാ നോക്കൂ, ഒരു പൊട്ടുപോലെ എത്ര സുന്ദരമാണ് ആ കാഴ്ച എന്ന് നോക്കുക. പ്രപഞ്ചത്തിൻ്റെ താളം ഇതാ മിന്നി മാഞ്ഞു പോവുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഇവിടെ നിൽക്കുന്ന ഓരോ മനസ്സുകളും താളത്തോടുകൂടി വിളിക്കുകയാണ്. അതൊരു സംഗീതമാണ്. കടലിൻ്റെ ആരവം പോലെ, കാറ്റിൻ്റെ സുഗന്ധം പോലെ അത് ഒരേ മനസ്സോടുകൂടി സ്വാമിയുടെ മന്ത്രങ്ങൾ എല്ലാവരും വിളിച്ചുകൊണ്ട് ആ മകര ദർശനം. നമ്മൾ ഈ 41 ദിവസം ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ വ്രതം നോറ്റ് ഈ ശബരിമാമലയിലേക്ക് കടന്നു വന്നത് ആ മിന്നായം പോലുള്ള ആ ഒരു സൂര്യ തേജസ്, ആ ഒരു നക്ഷത്രം അതൊന്ന് കാണുവാൻ വേണ്ടിയായിരുന്നു. ഇതാ പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയിക്കുന്ന, വിളക്കു തെളിയിക്കുന്ന ആ കാഴ്ചകൾ കാണുവാൻ വേണ്ടി ആളുകൾ നിൽക്കുകയാണ്. ഏതായാലും പമ്പ വിളക്കും അതുപോലെ തന്നെ പമ്പ സദ്യയും, അങ്ങനെ വൃശ്ചിക മാസത്തെ ആ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഇതാ ഡിസംബർ കടന്ന് ജാനുവരിയിൽ ഈ മകരവിളക്ക് ദിവസത്തിലേക്ക് എത്തുമ്പോൾ 41 ദിവസം നീണ്ട കഠിന വ്രതത്തിൻ്റെ ജീവിതചര്യയുടെ വേദാന്തമാണ് നാം കാണുന്ന. ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി, ആരോഗ്യമുള്ള ശരീരത്തിനുള്ളിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകൂ എന്ന് വ്യക്തമായ ധാരണയുള്ള പൂർവികർ 41 ദിവസം കഠിന വ്രതം നോറ്റ് ആരോഗ്യം സംരക്ഷിച്ച് കഠിനമായ പാതകൾ താണ്ടി നടന്ന് എത്തി കരിമല കയറിയിട്ട് അങ്ങനെ 18 മലകൾ കടന്ന് 18 പടികൾ കടക്കുമ്പോൾ അവിടെ അയ്യപ്പൻ എന്ന ആ രൂപത്തെ, ആ വ്യക്തമായ ഭാവത്തെ, ആ ദൈവത്തെ കാണാം. അയ്യപ്പൻ നിൻ്റകത്ത, സ്വാമി നിൻ്റകത്ത എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും തത്വമസി എന്ന് പറയുമ്പോഴും നമ്മളൊക്കെയും കായികമായിട്ട് ഈ വ്രതം നോറ്റിട്ട് അവിടേക്ക് എത്തുമ്പോൾ അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് വിളിച്ചുകൊണ്ട് പേട്ട തുള്ളുമ്പോൾ അയ്യപ്പൻ നിൻ്റകത്ത, സ്വാമി നിൻ്റകത്ത എന്ന് വീണ്ടും വീണ്ടും പറയുന്ന ഒരു വലിയ വേദാന്തം. അത് പറയുവാൻ കേരളത്തിനേ കഴിയൂ, ഭാരതത്തിനേ കഴിയൂ. അതൊരു വലിയ തുറന്ന ചർച്ചയിലേക്ക് പോകേണ്ട വിഷയമാണ്. പറഞ്ഞു വെച്ചിരിക്കുന്ന അയ്യപ്പൻ എവിടെ കുടികൊള്ളുന്നു, ദൈവം എവിടെ കുടികൊള്ളുന്നു, നമ്മുടെയൊക്കെ മനസ്സുകളിൽ കുടികൊള്ളുന്നു. പലപ്പോഴും നാം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ആ ദൈവത്തെ കണ്ടെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയും, നമുക്ക് ഈ ഭൂമിയെ സ്നേഹിക്കുവാൻ കഴിയും, നമുക്ക് ഈ കാടിനെ സ്നേഹിക്കുവാൻ കഴിയും, നമുക്ക് ഈ കാറ്റിനെ സ്നേഹിക്കുവാൻ കഴിയും. പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ പ്രകൃതിയുടെ കൂടി ഉത്സവമായ മകരവിളക്ക് മണ്ഡലകാലം ഇവിടെ അവസാനിക്കുകയാണ്. മണ്ഡലവിളക്ക്, മകരവിളക്ക് തൊഴുത് ഭക്തലക്ഷങ്ങൾ, വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമലയിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് പുറമെ പുല്ലുമേട്ടിൽ അടക്കം നിരവധി 10 കേന്ദ്രങ്ങളിലാണ് ഈ മകരവിളക്ക് ദർശിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്.